ഇവിടെ ഗ്രോ ബാഗിനകത്തും കുറച്ച് വഴുതന നട്ടിട്ടുണ്ട്. ഒരു 7 മൂട് നട്ടിട്ടുണ്ട്. അതിനകത്ത് നോക്കി നല്ല ബ്ലാക്ക് കളറായിട്ടുള്ള വഴുതനയാണ്. അപ്പോൾ ഈ മൂത്ത് നിൽക്കുന്നുണ്ടല്ലോ, മൂത്ത് നിൽക്കുന്ന വഴുതന നമുക്ക് അതിൻ്റെ വിത്തെടുക്കണം. ചിതലുകൾ, വേര് പുഴുക്കൾ, തുരപ്പൻ വണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണിത്. അപ്പോൾ നമ്മുടെ വഴുതനയ്ക്കകത്ത് നിൽക്കുന്ന വഴുതനങ്ങ ഉണ്ടോ, ഇഷ്ടംപോലെ വഴുതനങ്ങയാണ് നിൽക്കുന്നത്. അപ്പോൾ കുറച്ച് ഏറെ നമ്മളിതിനകത്ത് നിന്ന് പറിച്ചു കഴിഞ്ഞു. പിന്നെയും ഇതിനകത്ത് ദാണ്ട് എൻ്റെ പുറകിലും ഒക്കെ നിൽപ്പുകൊണ്ട് കണ്ടു നിൽക്കുന്നത് നമ്മുടെ വയലറ്റ് ലോങ് വഴുതന. അപ്പോൾ ഇത് നമുക്ക് ആദ്യം വിളവെടുക്കണം, എന്നിട്ട് അത് വിത്തെടുക്കുന്ന രീതി കാണിക്കാം. പിന്നെ നമുക്ക് അതിനകത്ത് വളം ചേർക്കുന്ന രീതി കൂടെ കാണിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോസ്, എല്ലാ പച്ചക്കറികളുടെയും വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇതേപോലെ കൃഷികളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിത്തുകൾ, ഗ്രോ ബാഗുകളൊക്കെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minisLifestyle.com എന്ന് വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ നല്ലയിനം വിത്തുകൾ, കുറേ വെറൈറ്റി വഴുതന വിത്തുകളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. വഴുതന കൃഷിയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ വഴുതനയൊക്കെ ഇന്ന് വളർന്നു വരുമ്പോൾ ദാണ്ട് ഇങ്ങനെയൊക്കെ ഇലയൊക്കെ നിന്ന് വാടി കരിഞ്ഞൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ കുരുടി അങ്ങ് നിൽക്കുക, ഇല പിന്നെ മണ്ട വാടി ഉണങ്ങുന്ന രീതിയിലാകുക. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ, ആ ഭാഗം നമ്മളങ്ങ് കട്ട് ചെയ്ത് മാറ്റി വെക്കുക. ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്നതും വാടി നിൽക്കുന്നതുമായ ഭാഗമൊക്കെ നമ്മൾ അതങ്ങ് കട്ട് ചെയ്ത് മാറ്റിക്കളയാന്നുണ്ടെങ്കിൽ വീണ്ടും അതിനകത്ത് പുതിയ തളിർപ്പുകൾ വരികയും അതിനകത്ത് ഇഷ്ടം പോലെ കായ് കണ്ട കുരുടി നിൽക്കുന്നുണ്ടോ, ആ കുരുടി ഇലകളൊക്കെ നമുക്ക് കുറച്ച് താഴെ നമുക്കങ്ങ് കട്ട് ചെയ്തങ്ങ് മാറ്റിക്കളയാം. ഇങ്ങനെ മാറ്റിക്കളഞ്ഞിട്ട് നമുക്കതിനകത്ത് വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാമെന്നുണ്ടെങ്കിൽ പിന്നെയും അതിനകത്ത് പൂക്കളും കായ്കളും ഒക്കെ നിറയെ പിടിച്ചു വരും. ഇതിപ്പോൾ എൻ്റെ വേറൊരു ഹരിത വഴുതനയാണ്. അതിനകത്ത് നല്ലതുപോലെ കായൊക്കെ പിടിക്കുന്നുണ്ട്. നല്ല ആരോഗ്യമുള്ള കായാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇങ്ങനെ മഞ്ഞളിപ്പ് ഇലയൊക്കെ വരുവാന്നുണ്ടെങ്കിൽ അതിനെ എപ്പോഴും കട്ട് ചെയ്ത് കളയാം. അപ്പോൾ അതിന് വളപ്രയോഗമൊക്കെ കൊടുത്തതിന് ശേഷം അതിൻ്റെ ചുവട്ടിൽ ഞാൻ പൊതയൊക്കെ ഇട്ടിരിക്കുകയാണ്. നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ച് തന്നെ കരിയിലയും പുല്ലും ഒക്കെ ഉണ്ടല്ലോ, അത് തന്നെ അതിൻ്റെ ചുവട്ടിൽ അങ്ങോട്ട് പൊതയിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഇട്ടപ്പെടുത്തിയതാണ്ട് വരുന്ന മുട്ടകളും കണ്ടോ, പൂവുകളും മുട്ടകളും ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ വരുന്നുണ്ട് കണ്ടോ. എല്ലാ കൊമ്പിലും അങ്ങനെ വരുന്നുണ്ട്. ഇതിനകത്തെല്ലാം പൂക്കൾ കണ്ട കൊലയായിട്ട് വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഈ പൂ വരുന്നതായ സമയത്ത് നമ്മൾ എന്ത് വേണമെന്ന് പറയുമ്പോൾ ഒന്ന് പുക കൊള്ളിക്കണം കേട്ടോ. അപ്പോൾ പുക കൊള്ളിക്കുമ്പോഴും നമുക്ക് ഈ പൂക്കളൊക്കെ നമുക്ക് കായ്കളായിട്ടങ്ങ് മാറിക്കിട്ടും. അപ്പോൾ ഇതേപോലെ ഞാൻ അതിനകത്ത് കനലിൻ്റെ മേളിൽ നല്ലതുപോലെ പേപ്പർ ചുരുട്ടി അങ്ങോട്ട് ഇട്ടിരിക്കുവാണേ. അപ്പം അത് ആളി കത്താതെ ദാണ്ട് ഇങ്ങനെ അങ്ങോട്ട് പുക കിട്ടത്തക്ക രീതിയിൽ. അപ്പോൾ ഇതിനകത്ത് ഉറുമ്പിൻ്റെ ശല്യങ്ങൾ, അതുപോലെ ആമവണ്ടിൻ്റെ ശല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ പുക തട്ടിക്കുമ്പോൾ ആഴ്ച ഒരു 2 പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ടല്ലോ, ആമവണ്ടിൻ്റെ ശല്യവും കായീച്ചയുടെ ശല്യവും ഒക്കെ മാറിക്കിട്ടും. അതുപോലെ തന്നെ ഈ ചൂട് തട്ടുമ്പോൾ ഉണ്ടല്ലോ, നൈസായിട്ട് ഈ ചൂട് തട്ടുമ്പോൾ ഈ പൂക്കളൊക്കെ നമുക്ക് കൊഴിഞ്ഞു പോകാതെ കായായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഇത് എല്ലാത്തിലും ഇത് പ്രയോഗിക്കാൻ കേട്ടോ. ഈ പുകയ്ക്കുന്ന പരിപാടി നമ്മുടെ മുളകിനും മറ്റുള്ള എല്ലാ പയറിനും പടവലത്തിനും എല്ലാം ചെയ്യാവുന്നതാണിത്. ഇതേപോലെ എന്തെങ്കിലും കട്ടിക്ക് ബൈൻഡോ ചകിരിയോ തൊണ്ടോ എന്തെങ്കിലും ഇട്ടൊന്ന് പുകച്ചു കൊടുത്താൽ മതി. ഇവിടെ എല്ലാം കാ പിടിക്കുന്നുണ്ട്. അതൊക്കെ കണ്ട് ഓരോ പ്രാണികളൊക്കെ വന്ന് ഇരിപ്പുണ്ട്. വൈകുന്നേരമൊക്കെ ഇരിക്കുമ്പം പൂജ നടത്തുന്ന മാതിരി പലരും വിചാരിക്കും എന്തോ പൂജയോ ഏതാണ്ടൊക്കെ നടത്തുകയെന്ന്. അപ്പം നമ്മുടെ പച്ചക്കറികൾക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കാം. ഇത് കണ്ട് എൻ്റെ ഹരിതവഴുതനയാണ്. നല്ല ആരോഗ്യത്തോടെയാണ് ഹരിതവഴുതനയൊക്കെ വളർന്നു വരുന്നത്. അപ്പോൾ നല്ല ഇഷ്ടംപോലെ നല്ല പൂക്കൾ കായ്കളൊക്കെ കണ്ട് ഇവിടെ എല്ലാം വരുന്നുണ്ടോ. അപ്പം നമ്മുടെ വളപ്രയോഗ രീതികളൊക്കെ കൊണ്ട് നമുക്ക് എപ്പോഴും ഇതിനകത്ത് വന്ന് നോക്കിയാൽ ഇങ്ങനെ വഴുതനയൊക്കെ പിടിച്ച് നിൽക്കുന്നതാണ്. അതുകൊണ്ട് കുഞ്ഞിതായതേ ഉള്ളൂ. ഇവിടെ കണ്ട വഴുതനയൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്, കണ്ട ഇവിടെ നിൽപ്പുണ്ട്, ഉണ്ടല്ലേ. ഇവിടെ എല്ലാം നല്ല ഇഷ്ടംപോലെ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ അറിയാം. പിന്നെ ഇതിനകത്ത് ഒന്നാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ ഇത് നല്ല വെയിൽ ഉള്ളിടത്ത് വേണം നമ്മൾ വഴുതന എപ്പോഴും നടാനായിട്ട്. അല്ലെങ്കിൽ ഇതുപോലെ നീണ്ടങ്ങ് പോവും കേട്ടോ. എൻ്റെ ഇതിപ്പം കുറച്ച് മരങ്ങളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. അത്യാവശ്യം കായൊക്കെ പിടിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ചെടിക്ക് നല്ല നീളത്തിലങ്ങ് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ വെയിലുള്ള ഭാഗത്ത് നോക്കിയിട്ട് ഓരോന്നും നടുന്നതിന് ഓരോ രീതിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മുളകൊക്കെ ആദ്യമൊക്കെ നമുക്ക് തോന്നി വെയിലത്ത് നട്ടാലായിരിക്കും ഇഷ്ടം പോലെ ഉണ്ടാകുന്നതെന്ന്. പക്ഷേങ്കിലല്ല, ഒരു ഭാഗികമായ വെയിൽ കിട്ടുന്നിടത്ത് വേണം നമ്മൾ മുളകുകൾ നടാൻ. അപ്പം വെണ്ടയ്ക്ക വഴുതനയൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ല വെയിലുള്ളിടത്ത് വേണം നമ്മൾ നടാനായിട്ട്.
അല്ലെങ്കിൽ ദാണ്ട് ഇങ്ങനെ കോലനെ പോകും. തക്കാളിക്കും അതേപോലെ തന്നെ വെയിലുള്ള ഭാഗത്ത് നട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നീണ്ടങ്ങ് പോകും. ഇനി ഇതിനകത്ത് ചേർക്കേണ്ട വളപ്രയോഗങ്ങൾ ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഉണ്ടല്ലോ, നമുക്ക് വളപ്രയോഗമൊക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കിത് നിൽക്കുന്നതൊക്കെ കഴിഞ്ഞ് വിളവെടുക്കാം. എന്താ ഇഷ്ടം പോലെ നിൽക്കുകയല്ലേ. വിളവെടുപ്പ് തന്നെ ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. കണ്ടോ, ഇങ്ങനെ കൈ നിറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ ചെയ്യുന്നത് നല്ല മെഴുക്കുവരട്ടി ഉണ്ടാക്കും. നല്ല ചൂട് ചോറിൻ്റെ കൂടെ നല്ല അടിപൊളിയാട്ടോ. എല്ലാത്തിലും ഇങ്ങനെ നിൽപ്പുണ്ട്. ഓരോന്നൊക്കെ അതിനകത്ത് നിൽക്കട്ടെ. ഇവിടെ ഗ്രോ ബാഗിനകത്തും കുറച്ച് വഴുതന നട്ടിട്ടുണ്ട്. ഒരു 8 മൂട് നട്ടിട്ടുണ്ട്. അതിനകത്ത് നോക്കി നല്ല ബ്ലാക്ക് കളറായിട്ടുള്ള വഴുതനയാണ്. കുറേയൊക്കെ ഡാർക്ക് വയലറ്റ്. അതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇനി ഇതിനകത്തൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. കണ്ടോ, വരുന്നുണ്ട്. കണ്ടോ, ഇവിടെ വരുന്നുണ്ട്. ഇനി ഇതിനകത്തൊക്കെ ഇതിന് വളമിട്ട് കൊടുക്കണം. ഇപ്പോൾ രണ്ടിൻ്റെയും കൂടെ തമ്മിലുള്ള കളർ വ്യത്യാസം കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഈ മൂത്ത് നിൽക്കുന്നുണ്ടല്ലോ, മൂത്ത് നിൽക്കുന്ന വഴുതന നമുക്ക് അതിൻ്റെ വിത്തെടുക്കണം. പിന്നെ ഇത് കണ്ടോ, ഇത് കൊണ്ടുപോയിട്ട് നല്ലൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കിയിട്ട് നല്ല ചൂട് ചോറിനോട് നല്ല അടിപൊളിയാണ്. അപ്പം നമ്മുടെ നല്ല പഴുത്ത വഴുതനങ്ങ ഉണ്ടല്ലോ, അതിനെ നമ്മളെടുത്തുകൊണ്ട് വന്നിട്ട് ഇതേപോലെ നല്ലതുപോലെ പഴുത്തായിരിക്കണം കേട്ടോ. ഇഷ്ടംപോലെ അരി ഇതിനകത്ത് ഇരിപ്പുണ്ട്. അതിനെ നമ്മൾ എടുക്കണം. ഇതെല്ലാം ഇങ്ങനെ നീക്കി എടുത്തിട്ട് കഴുകി എടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വിത്തുകൾ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്ന വിത്തുകളാണ് ഉണ്ടായിരിക്കുന്നത്. ഉണ്ടോ, അപ്പം അങ്ങനെ എടുത്ത വിത്താണിത്. ഉണ്ടോ, ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാം. ഇപ്പോഴും നമ്മൾ വഴുതനയൊക്കെ നട്ട് ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഇപ്പം വഴുതനയെക്കുറിച്ചൊന്ന് പറയാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വിത്തുകളൊക്കെ പാകിയിട്ട് ഒരു 5-6 പരുവമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് പറിച്ച് മാറ്റി നടാം. അപ്പോൾ അതിന് ഒരുപാട് നീളം കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തക്കാളിയൊക്കെ നമ്മൾ നട്ട ഓർമ്മയുണ്ടല്ലോ, ഒന്ന് അതിൻ്റെ വേര് ഒന്ന് കിടത്തിയിട്ട് വേണം നടാനായിട്ട്. അപ്പം കുറച്ച് കോഴിവളവും ആട്ടിൻകാഷ്ടവും എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു വളമാണിത്, നമ്മുടെ ഒരു കമ്പോസ്റ്റ്. പിന്നെ നമ്മുടെ ബയോമിക്സാണിത്, ഒരു സ്വല്പം ചേർക്കാം. നമ്മുടെ ചെടി എത്രയും വലുപ്പമുണ്ടോ അതിനനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. ഒരുപാട് ദൂരത്ത് വേണം ഇട്ട് കൊടുക്കാൻ. പിന്നെ വേറൊരു സാധനങ്ങളുണ്ട്. ഇപ്പം മെറ്റാറൈസിയം എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ചിതലുകൾ, വേര് പുഴുക്കൾ, തുരപ്പൻ വണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണിത് നമ്മുടെ പച്ചക്കറികൾക്ക് ഇടുന്നത്. ഇത് നമ്മുടെ നേഴ്സറിയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പം കുറച്ച് ഇങ്ങനെ വാങ്ങിച്ച് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാമെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ചെടികൾക്കും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമുക്കത് മണ്ണടിപ്പിച്ച് കൊടുക്കാം. എന്തെങ്കിലും പച്ചിലകളോ എന്തെങ്കിലും കരിയിലകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലോട്ട് കൊണ്ടുവന്ന് പുതയിട്ട് കൊടുത്താൽ നമ്മുടെ വളമൊന്നും ഒലിച്ചു പോകാതെ നമ്മൾ വയറൊക്കെ നിറഞ്ഞിട്ട് ഒരു പുതപ്പൊക്കെ ഇട്ട് ഉറങ്ങുന്ന അതേ ഒരു പ്രതീതിയായിട്ട് മഴക്കാലമൊക്കെ ആകുമ്പോൾ അതേപോലെ നമ്മുടെ ചെടികളും അങ്ങ് സുഖത്തോടെ അങ്ങ് വളർന്നു വന്നോളും. അപ്പം നമ്മൾ ആദ്യത്തെ വളമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു 10-20 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് ഈ പൂക്കളൊക്കെ വരാൻ തുടങ്ങുന്നുണ്ട്. ഈ പൂക്കളൊക്കെ വരാൻ തുടങ്ങുന്നതായ സമയത്ത് വേണം നമ്മൾ അടുത്ത വളം ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം ചെടി വലിപ്പം വെക്കുന്നതിനനുസരിച്ച് നമ്മുടെ വളത്തിൻ്റെ അളവും കുറേശ്ശെ കൂട്ടിക്കൊടുക്കണം. നമ്മളൊരു കൊച്ചൊരു പിടിയ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു സ്വല്പം കൂടെ ചേർത്ത് വേണം ഈ വലിയവർക്ക് കൊടുക്കാനായിട്ട്. എന്ന് കരുതി കൂടി പോരട്ടെ. നമ്മുടെ കയ്യിൽ അധികം വളമുണ്ടെന്ന് കരുതിയിട്ട് ഒന്നും അധികം ആവരുത്. അധികമായാൽ അമൃതം വിഷമാണ്. അപ്പം കുറേശ്ശെ ഇട്ട് കൊടുക്കാം. അപ്പം മെറ്റാറൈസും കൂടെ നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ചുവട് നല്ലതുപോലെ അങ്ങ് അടുപ്പിച്ച് കൊടുക്കാം. അപ്പോൾ അവിടെ അതിനകത്തൊക്കെ പൂക്കളൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് മണ്ണ് അടുപ്പിച്ച് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ മണ്ണ് കയറ്റി കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ വഴുതന ഉണ്ടല്ലോ വളർന്ന് ഇങ്ങനെ നീണ്ട് വരുവാന്നുണ്ടെങ്കിൽ ഒരു കമ്പൊക്കെ കുത്തി കൊടുത്ത് നിർത്തണം. എന്നിട്ട് ഒരു കയറും ഒക്കെ കെട്ടി കൊടുത്ത് നിർത്താമെന്നുണ്ടെങ്കിൽ കാറ്റത്തും മഴയത്തും ഒന്നും വീണ് പോകാതെ അവിടെ നിന്നോളും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒരു മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും ഇതിൻ്റെ ചുവടൊക്കെ ഇങ്ങനെ മണ്ണൊക്കെ ഒന്ന് അടുപ്പിച്ച് കൊടുക്കാമെങ്കിലുണ്ടല്ലോ
നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്ത് നമുക്ക് വിളവ് ഓരോന്നിന്നും കിട്ടും കേട്ടോ. അപ്പോൾ ഏക്കർ കണക്കിന് കൃഷി ചെയ്യുന്നവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇപ്പം വീട്ടമ്മമാരൊക്കെ കൃഷി ചെയ്യുന്നുണ്ടല്ലോ. അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ നഴ്സറി കൊച്ചുങ്ങളാണ്. 75 വയസ്സിന് താഴെയുള്ള നഴ്സറി കുഞ്ഞുങ്ങളാണ് നമ്മുടേത്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ കൃഷി ചെയ്യുമ്പോൾ വീട്ടിലുള്ള കൊച്ചു പിള്ളേരെയും കൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് മണ്ണടിപ്പിച്ച് ഒടിക്കുകയോ വളം ഇടിയിക്കുകയോ ഒക്കെ ചെയ്താൽ ഇഷ്ടംപോലെ വിളവ് കിട്ടും. അപ്പോൾ ഇതിന് തൊട്ട് മുന്നേ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം പ്രായമായും പച്ചമുളകിനെ എങ്ങനെ ഉഷാറാക്കാമെന്നുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ വിത്തുകളും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. 2 വിത്തുകളും മുളകും അതേപോലെ തന്നെ കുമ്പളവും കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിശയം എന്ന് പറയട്ടെ, വളരെ സന്തോഷം എല്ലാവരും അതിനകത്ത് സഹകരിച്ചതിന്. 2 ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ഫ്രീ വിത്തുകൾ കാലിയായെന്നുള്ളതാണ്. അപ്പം വീണ്ടും നമ്മൾ അതേപോലെ ഫ്രീ ആയിട്ട് വിത്തുകളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഇതേപോലെ നല്ല നല്ല വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഫ്രീ വിത്തുകൾ നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഈ വിത്തുകൾ കിട്ടാത്തവരൊന്നും വിഷമിക്കണം കേട്ടോ. നമ്മൾ അടുത്ത വിത്തുമായിട്ട് ഫ്രീ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങൾ ഈ ഫ്രീ എന്ന് കേൾക്കുമ്പം തന്നെ നിങ്ങൾ വന്നൊന്ന് കണ്ടിട്ടൊന്ന് വാങ്ങിക്കാൻ ശ്രമിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെ വിത്തുകളൊക്കെ നേടാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞ മാതിരിയുള്ള വളം വാങ്ങിക്കാൻ പറ്റിയെന്നോ അതല്ലെങ്കിൽ വീട്ടിൽ കോഴിവളമോ ആട്ടിൻ കാഷ്ടമോ കിട്ടിയെന്നോ വരത്തില്ല. അപ്പോൾ നമ്മുടെ കൈവശം എന്താണോ വളമുള്ളത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ചാണകം ആണെങ്കിൽ ചാണകം ഉപയോഗിക്കാം. അതല്ല ചാരം മാത്രമേ ഉള്ളൂവെങ്കിൽ ചാരം ഉപയോഗിക്കാം. അപ്പോൾ കുറച്ച് ദൂരത്ത് മാറ്റിയിട്ട് നമ്മൾ ചാരം ഇടാനായിട്ട് ശ്രമിക്കുക. ചാരം ഒന്നും നമ്മുടെ ചെടിയുടെ മണ്ടയിലോട്ടൊന്നും വാരിയിടാതിരിക്കുക. അഥവാ നിങ്ങൾ ഇടുകയെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് വരെ നിർത്തിയിട്ട് അത് വെള്ളം ഒഴിച്ച് കളയണം. അല്ലെങ്കിൽ നമ്മുടെ ചെടി അപ്പാടെ വാടിപ്പോകാനായിട്ട് ഇടയുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുകയെന്നുണ്ടെങ്കിൽ എല്ലാ ചെടികളിലും ഇങ്ങനെയൊക്കെ നിങ്ങൾ ഓരോ ശ്രമം നടത്താമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യമുള്ളതായ പച്ചക്കറികളൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ വിളവെടുക്കാം. അപ്പം തന്നെ എനിക്ക് തന്നെ നിൽക്കുന്നുണ്ടല്ലേ, ഇനിയും വഴുതനയൊക്കെ ഇഷ്ടംപോലെ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണേ. ഇവിടെ മാത്രമല്ല അയ്യത്ത് പലതരത്തിലുള്ളതായ വഴുതനകളുണ്ട്. തക്കാളി വഴുതനയുണ്ട്, ഗ്രീൻ വൈറ്റ് വഴുതനയുണ്ട്, അതുപോലെ നമ്മുടെ ഹരിത വഴുതനയുണ്ട്, ഉണ്ട വഴുതനയുണ്ട്, ഈ വയലറ്റ് ലോങ് ഉണ്ട്. അങ്ങനെ കുറേ വഴുതനകളുണ്ട്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് വിത്തുകൾ ഗ്രോബാഗുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ www.minisLifestyle.com ഒന്ന് വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ വിത്തുകളും ഗ്രോബാഗും ഒക്കെ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ കൃഷികളും നിങ്ങൾ ചെയ്യുക. എല്ലാം ഒരുപാട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാം ഒരു 4-5 ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ 4-5 മൂടും മണ്ണിൽ ഇങ്ങനെ നടുവെന്നുണ്ടെങ്കിൽ വളരെ സന്തോഷം അതൊക്കെ കാണുന്നത് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതുപോലെ ഫേസ്ബുക്ക് പേജായ മിനീസ് ലൈഫ് സ്റ്റൈലും കൂടെ ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടാൽ അവിടെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ യഥാസമയം കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി, നന്ദി.